ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ചെറിയ മോന് പനിയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകേണ്ടി. അപ്പോൾ ഞാൻ രാവിലെ റെഡിയായിട്ട് ചോറൊക്കെ കഴിച്ചു. ഞാൻ രാവിലെ ചില ദിവസം ചോറാണ് കഴിക്കണത്. ചോറിന് ഇന്ന് മുളക് ദോശയും കടലക്കറിയും മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി ആയിട്ടില്ല. മീൻകറിയൊക്കെ കൂട്ടി ചോറൊക്കെ കൊണ്ടതിന് ശേഷം മോനെയും കൂട്ടി ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ റെഡിയായിട്ട് നിന്നു. എനിക്ക് തയ്ക്കാനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു സാരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അംബ്രല്ല കട്ടിങ്ങിൻ്റെ ചുരിദാർ തയ്ക്കാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. ആൾ തയ്ക്കുന്ന ഒരു ചേച്ചിയാണ്, നന്നായിട്ട് തയ്ക്കും. അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ അളവിനുള്ള ചുരിദാറൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് എടുത്ത് ഞാൻ നേരെ ഓട്ടോയിൽ കയറി ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടർ ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ നോക്കുന്ന ഒരു ഡോക്ടറാണ്. വാദിയാൻ ഡോക്ടർ എന്നാണ് പേര്. പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ നല്ല ഡോക്ടറാണ്. ചെറുപ്പം മുതലേ ഞാൻ ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറിനെയൊക്കെ കണ്ട് മരുന്നൊക്കെ ചീട്ടൊക്കെ തന്നു. ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ച് വന്ന വഴിക്ക് നല്ല അത്യാവശ്യം ബ്ലോക്കുണ്ട്. ഹൈവേയിലെ പണി നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് മരുന്നൊന്നും മേടിച്ചില്ല. മരുന്ന് വീട്ടിൽ വന്ന ശേഷമാണ് മേടിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കാരണം ഞങ്ങൾ പഴയ വീട് അതിനിടയ്ക്ക് കാണുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോകാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്നാലും അവിടുന്ന് പോരേണ്ടി വന്നു. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ ആ ഒരു വീട് കാണുമ്പം ഞാൻ ജനിച്ചു വളർന്നൊരു വീടാണല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് ഉള്ളിൽ. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതുപോലൊരു വീടും സ്ഥലവും, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം മേടിച്ചിട്ട് ഞങ്ങളുടെ മനസ്സിനിണങ്ങിയ ഒരു വീട് വയ്ക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതായത് എൻ്റെ സ്വന്തം പൈസ കൊണ്ട് അധ്വാനിച്ച് ഒരു വീട് വയ്ക്കുന്നതിലും അത്രയ്ക്ക് സന്തോഷം വേറെ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. എൻ്റെ ഒരു വാശി കൂടിയാണ്. ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ എനിക്കൊരു വീട് വയ്ക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് എപ്പോഴും. ആ വീടൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഉള്ളിലൊരു വിഷമമുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം. അതിൻ്റേതായ കാരണങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. അപ്പോൾ ആ വീട് ഇതിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. വേറെ എവിടെയല്ല, തുറവൂർ തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. തുറവൂരിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വിട്ട് വളമംഗലത്തോട്ട് മാറിയത്. അപ്പം ഞങ്ങൾക്കും പിള്ളേർക്കാണെങ്കിലും ഒരുപാട് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ആ വീട് വിൽക്കേണ്ടി വന്നതിനുള്ള വിഷമം കൊണ്ട്. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു നിലയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം പൈസ കൊടുത്ത് വീട് വയ്ക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകളും ഒപ്പം പുതുവത്സര ആശംസകളും നേരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു വ്ളോഗുമായിട്ട് കാണുന്നവരേക്കും ടാറ്റാ.